ഏത് ദൈവത്തോട് പ്രാർത്ഥിച്ചാലാണ് നമുക്ക് എല്ലാവർക്കും അഭീഷ്ടം ലഭിക്കുക? നമുക്ക് ഒരുപാട് ദേവതാ സങ്കല്പങ്ങൾ ഉണ്ടല്ലോ. കൃഷ്ണനാണോ, ദേവിയാണോ, ശിവനാണോ, സുബ്രഹ്മണ്യനാണോ, ആരാ? ഒരു കുഴഞ്ഞ ചോദ്യ. എന്നാ ഞാൻ പറയാം, അത് വേറെ ആരുമല്ല. അയാൾ തരുമ്പോൾ എല്ലാവർക്കും സ്വീകരിക്കാനേ പറ്റുള്ളൂ. വേണ്ടാന്ന് പറഞ്ഞ് ആ ദേവതാ സങ്കല്പം നിന്ന് മാറി നിൽക്കാൻ നമുക്ക് പറ്റില്ല. ആരാ? യമൻ, കാലൻ. അയാളുടെ മുന്നിൽ ആർക്കും പക്ഷപാതിത്വമില്ല, അല്ലേ? അയാൾ തരുന്നത് സ്വീകരിക്കാനേ നമുക്ക് പറ്റുള്ളൂ. കുറഞ്ഞു പോയിന്നില്ല. 1000 രൂപ അധികം വഴിപാട് ചെയ്ത അയാൾക്ക്, അല്ലേ? ഗുരുവാരെ കണ്ടില്ലേ, ദർശനത്തിന് 1000 കൊടുത്ത അവർക്ക് പ്രത്യേകിച്ച്, വഴിപാടാക്കിയ വേറെ പ്രത്യേകിച്ച്. ഇവിടെ അതൊന്നുമില്ല, എല്ലാവർക്കും തുല്യത. അപ്പൊ നമ്മുടെ ദൈവസങ്കല്പം അങ്ങനെയല്ല. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നേടുക എന്നുള്ളതല്ല. നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സഹായമായിട്ട് മാത്രം നമ്മുടെ സങ്കല്പങ്ങളെ കാണുമെന്ന് മാത്രമേ ഉള്ളൂ.